സ്നേഹബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, ആദ്യമേ തന്നെ നിങ്ങളെ എല്ലാവരെയും ഏറ്റവും സ്നേഹത്തോടെ ഈ കാർമൽ മൗണ്ട് ധ്യാന കേന്ദ്രത്തിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. CMC സന്യാസിനി സമൂഹത്തിൻ്റെ ചങ്ങനാശ്ശേരി ഹോളി ക്യൂൻസ് പ്രോവിൻസിൻ്റെ ഒരു ഭവനമാണ് ഇത്. ഈ പ്രോവിൻസിലെ കുറച്ച് സിസ്റ്റേഴ്സ് ഇവിടെയുണ്ട്. കൂടാതെ മറ്റ് സന്യാസിനി സമൂഹത്തിൽ നിന്ന് വന്നിരിക്കുന്ന സഹോദരിമാരുണ്ട്. നിങ്ങളെല്ലാവരെയും ഞങ്ങളുടെ ഈ ഭവനത്തിലേക്ക്, പ്രത്യേകിച്ച് ഞങ്ങളുടെ പ്രോവിൻസിൻ്റെ ഒരു പവർ ഹൗസ് എന്ന് പറയാവുന്ന ഈ ഭവനത്തിലേക്ക് ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. നിങ്ങളിരിക്കുന്ന ഈ കസേരകൾ ഓരോന്നും നൂറുകണക്കിന് ആയിരക്കണക്കിനും ദൈവമക്കൾ ഇവിടെ വന്ന് വചനം കേട്ട് കർത്താവിൻ്റെ കൃപയും അനുഗ്രഹവും അനുഭവിച്ചറിഞ്ഞ് കടന്നുപോയിട്ടുള്ള കസേരകളാണ്. ഒരു തരത്തിൽ പറഞ്ഞാൽ ഒത്തിരിയേറെ പേര് ദൈവാനുഭവം നുകർന്ന ഇരിപ്പിടങ്ങളാണ്. നിങ്ങൾ നിശബ്ദരായിരുന്നാൽ ഈ കല്ലുകൾ ആർത്തു വിളിക്കുമെന്ന് കർത്താവ് ഒരിക്കൽ പറയുകയുണ്ടായി. ഈ കല്ലുകൾ പോലും കർത്താവിൻ്റെ വചനം പ്രഘോഷിക്കും എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ വളരെ ദൈവികമായ സാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്ന അനേകായിരം പേരുടെ ഹൃദയങ്ങളെ ദൈവത്തിങ്കിലേക്ക് ഉയർത്തിയ അനേകം ഹൃദയങ്ങൾ മാനസാന്തരപ്പെട്ട ഒരു വേദിയിലാണ്, ഒരു വിശുദ്ധ സ്ഥലത്താണ് നിങ്ങളിവിടെ ആയിരിക്കുന്നത്. ദൈവത്തിൻ്റെ പരിപാലനയിൽ 2007 ജൂലൈ 14 അതായത് കൃത്യം 10 വർഷം ആവുകയാണ് ഈ ഭവനത്തിൽ ഈ ദൈവവചന ശുശ്രൂഷ ആരംഭിച്ചിട്ട്. നമ്മുടെ CMCയിലെ ഹോളി ക്യൂൻസ് പ്രോവിൻസിലെ സിസ്റ്റേഴ്സ് ഓർമ്മിക്കുന്നുണ്ടാകും ആദ്യമായിട്ട് ഇവിടെ നടന്ന കൺവെൻഷനും കാര്യങ്ങളുമൊക്കെ. ഇപ്പോൾ 10 വർഷത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഈ ധ്യാനം തീരുന്നതിനിടയിൽ, തീരുന്ന അന്ന് സെക്കൻഡ് സാറ്റർഡേയിലെ 10ാം വർഷത്തിൻ്റെ ആഘോഷമെന്ന നിലയിൽ പ്രാവശ്യത്തെ കൺവെൻഷനും നടക്കുകയാണ്. നിങ്ങളിവിടെ ധ്യാനത്തിലായിരിക്കും, എങ്കിലും പുറമെ ആ കൺവെൻഷൻ നടക്കും. ദൈവത്തിൻ്റെ ഒത്തിരി പരിപാലനയും അനുഗ്രഹവും ദൈവം ചൊരിഞ്ഞ ഒരു വേദിയാണിത്. അതുകൊണ്ട് ഈ ഒരു വിശുദ്ധമായ ആലയത്തിലേക്ക് കടന്നു വരുവാൻ ദൈവം നിങ്ങൾക്ക് ഒരു തരത്തിൽ പറഞ്ഞാൽ ഭാഗ്യമാണ് തന്നിരിക്കുന്നത്. നമുക്ക് നല്ല ദൈവത്തിന് നന്ദി പറയാം. ഇനിയും ഇവിടെ പല ധ്യാനങ്ങളും നടന്നിരിക്കുന്നു. ഇവിടെ നടന്നിരിക്കുന്ന അധികം ധ്യാനങ്ങളും ആന്തരിക സൗഖ്യ ധ്യാനങ്ങളാണ്. ഇപ്പോൾ നമുക്ക് നടക്കാൻ പോകുന്നത് ആ വിധത്തിലുള്ള ഒരു ധ്യാനമല്ല. എന്നാൽ അതേസമയം തന്നെ ആന്തരികമായ സൗഖ്യവും സന്തോഷവും സമാധാനവും രക്ഷയും എല്ലാ അനുഭവങ്ങളും നമുക്ക് ലഭിക്കുന്ന ഒരു ധ്യാനമാണ്. സിസ്റ്റേഴ്സ് തന്നെ ഈ ധ്യാനത്തിലേക്ക് ക്ഷണിച്ചതിൻ്റെ ഒരു കാരണം നമുക്കറിയാം. നമ്മൾ സിസ്റ്റേഴ്സ് പൂർണ്ണമായിട്ടും ദൈവത്തിനായിട്ട് നമ്മുടെ ജീവിതം മാറ്റിവെച്ചിരിക്കുന്നതാണ്. കർത്താവിനോട് കൂടി ആയിരിക്കുവാൻ വേണ്ടിയാണല്ലോ നമ്മളെ ദൈവം വിളിച്ചിരിക്കുന്നത്. അപ്പോൾ ഏതാനും ദിവസങ്ങൾ കർത്താവിനോട് കൂടി ആയിരിക്കുവാൻ വേണ്ടി നമ്മൾ ഈ ആലയത്തിലൂടെ ഒന്ന് ചേർന്നിരിക്കുകയാണ്. ഈ ധ്യാനത്തിന് നേതൃത്വം വഹിക്കുന്നത് നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ ബഹുമാനപ്പെട്ട ബ്രദർ തോമസ് പോൾ ആണ്. അദ്ദേഹം 25 വർഷത്തിലധികമായി ഈ നവീകരണ രംഗത്ത് ശുശ്രൂഷ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. എൻ്റെയൊക്കെ ഞാനൊക്കെ ഉടുപ്പിട്ട കാലങ്ങളിൽ തോമസ് പോൾ ബ്രദറിൻ്റെ ധ്യാനമാണെന്ന് കേട്ടു സിസ്റ്റേഴ്സ് എല്ലാം ഓടിപ്പോകുന്നത് ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്. ആയിരക്കണക്കിന് 10,000-കണക്കിന് ജനങ്ങൾ ഒന്നിച്ചു കൂടുന്ന വലിയ വലിയ കൺവെൻഷനുകൾ നമ്മുടെ നാട്ടിൽ നടന്നിട്ടുണ്ട്. ഇപ്പോൾ തോമസ് പോൾ ബ്രദർ വലിയ വലിയ കൺവെൻഷനുകളെക്കാട്ടിലും ചെറിയ ഗ്രൂപ്പുകൾക്ക് കുറേ കൂടി ആന്തരികമായിട്ട് ഹൃദയത്തിൻ്റെ ഉള്ളിൽ വസിക്കുന്ന പരിശുദ്ധ ത്രിത്വത്തിൻ്റെ ആ ആവാസത്തിലേക്ക്, ആ സാന്നിധ്യത്തിലേക്ക് ഹൃദയങ്ങളെ കൊണ്ടുവന്നെത്തിച്ച് ദൈവവുമായിട്ടുള്ള ഒരു മൗതികമായ ഐക്യത്തിലേക്ക്, പ്രത്യേകിച്ചും ത്രിത്വ രഹസ്യത്തിൽ അന്തർലീനമായിട്ടുള്ള, നമ്മുടെയൊക്കെ ഹൃദയത്തിൽ അന്തർലീനമായിരിക്കുന്ന പരിശുദ്ധ ത്രിത്വത്തിൻ്റെ സാന്നിധ്യത്തിൽ ലയിച്ച് ജീവിക്കുന്നതിന് വേണ്ട ഒരു ആത്മീയമായ പരിശീലനം കൂടിയാണ് ഈ ധ്യാനത്തിലൂടെ ബ്രദർ നമുക്ക് പ്രധാനമായിട്ടും നൽകുന്നത്. അതുകൊണ്ട് വലിയ ബഹളങ്ങൾ ഇവിടെ ഉണ്ടാവില്ല. അതേസമയം തന്നെ നമ്മുടെ ഹൃദയത്തിൻ്റെ സ്പന്ദനങ്ങളെ തൊട്ടുണർത്തുന്ന, നമ്മുടെ മനസ്സിൻ്റെയും ഹൃദയത്തിൻ്റെയും ആത്മാവിൻ്റെയും തലങ്ങളെ തൊട്ടുണർത്തുന്ന ഗാനാലാപങ്ങളും വചനപ്രഘോഷണങ്ങളും ഇവിടെ ഉണ്ടായിരിക്കും. ഏതാനും മാസങ്ങൾക്ക് മുമ്പ്
അത് കൃത്യമായിട്ട് പറഞ്ഞാൽ കഴിഞ്ഞ ഡിസംബറിലാണ് ഞാൻ ബ്രദറിൻ്റെ ധ്യാനം കൂടിയത്. ബ്രദർ പറഞ്ഞ ചില വാക്കുകളും പാടിയിട്ടുള്ള ഈരടികളുമൊക്കെ ഇപ്പോഴും ഹൃദയത്തിൽ ഇങ്ങനെ ഒരു സ്പന്ദനം പോലെ പലപ്പോഴും നമുക്ക് ഫീൽ ചെയ്യാറുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഇത്രയും കാലം കൂടിയിട്ടുള്ള ധ്യാനത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു ധ്യാനമായിരിക്കും. പിന്നെ സിസ്റ്റേഴ്സ് തന്നെ ആയതുകൊണ്ട് ബ്രദർ എപ്പോഴും പറയാറുണ്ട്, സിസ്റ്റേഴ്സ് ആത്മീയ ജീവിതത്തിൽ ഉയരുന്നവരും ഉയരാൻ ആഗ്രഹിക്കുന്നവരും ഉയർന്നിട്ടുള്ളവരുമായതുകൊണ്ട് ആ വിധത്തിൽ സിസ്റ്റേഴ്സിനെ ഒന്നിച്ച് കിട്ടുന്നതാണ് എനിക്ക് കൂടുതൽ സന്തോഷം. അതുകൊണ്ട് നമ്മൾ ആളുകളുടെ എണ്ണമല്ല നോക്കുന്നത്, ഓരോ വ്യക്തിയും പ്രധാനപ്പെട്ടതാണ് ബ്രദറിനെ സംബന്ധിച്ചിടത്തോളം. അതുകൊണ്ട് നിങ്ങൾ ഏറ്റവും സ്നേഹത്തോടെ ബ്രദറിൻ്റെ ഈ ധ്യാനത്തിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. തോമസ് പോൾ ബ്രദറിനെ കുറിച്ച് ഞാൻ കൂടുതൽ പറയുന്നില്ല, കാരണം കർത്താവ് എത്രയോ നല്ലവനാണെന്ന് നിങ്ങൾ അനുഭവിച്ചറിയുമെന്ന് നമ്മൾ തിരുവചനത്തിൽ പറയുന്നത് പോലെ ബ്രദറിൻ്റെ വാക്കുകളും ചെയ്തികളും ജീവിതവുമെല്ലാം ഈ ഒരാഴ്ച കൊണ്ട് നിങ്ങൾ നന്നായിട്ട് അനുഭവിച്ചറിയും. തീർച്ചയായും എനിക്ക് ഉറപ്പുണ്ട്, ആത്മീയതയുടെ ഉന്നത മേഖലകളിലേക്ക് നമ്മളെ നയിക്കുവാനുള്ള ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ കൃപയും അഭിഷേകവും ലഭിച്ച ഒരൽമായ ശുശ്രൂഷകനാണ്. ഈ 30-ാം തീയതി വരെ, ജൂൺ 30-ാം തീയതി വരെ അദ്ദേഹം വിദേശത്തായിരുന്നു. അവിടെ നിന്ന് അദ്ദേഹം വിളിച്ചു ചോദിച്ചു, സിസ്റ്റർ ധ്യാനം നടത്തുന്നുണ്ടോ, എത്ര പേരുണ്ട്? ഏതായാലും ഞാൻ പറഞ്ഞു, ബ്രദറെ 2-3 ദിവസം കഴിഞ്ഞ് ഞാൻ അറിയിക്കാം. ഞാൻ ഒരു മിസ് കോൾ വിളിച്ചതേ ഉള്ളൂ, ബ്രദർ തിരിച്ചു വിളിച്ചു. ഞാൻ പറഞ്ഞു, ബ്രദറെ ആളുകളുടെ എണ്ണം നോക്കുന്നില്ല, തീർച്ചയായും ഇവിടെ ധ്യാനം ഉണ്ടായിരിക്കും. കാരണം ബ്രദറിൻ്റെ സാന്നിധ്യം നമ്മുടെ ഈ സെൻറ്ററിന് തന്നെ വലിയൊരു അനുഗ്രഹമാണ്. ബ്രദറിനെ ഏറ്റവും സ്നേഹത്തോടെ ബ്രദറിൻ്റെ ടീമിൽപ്പെടുന്ന സഹോദരന്മാരുണ്ട്. വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ട് ശുശ്രൂഷ ചെയ്യുന്ന അൽമായ സഹോദരങ്ങളാണ് അധികം പേരും. എല്ലാവരെയും ഏറ്റവും സ്നേഹത്തോടെ കർത്താവിൻ്റെ നാമത്തിൽ ഈ ആലയത്തിലേക്ക് ഞാൻ ഏറ്റവും ഹൃദ്യമായിട്ട് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഈ ദിവസങ്ങളെല്ലാവർക്കും കൂടുതൽ അനുഗ്രഹപ്രദമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ കൃപ കൊണ്ട് നല്ല ക്ലൈമറ്റാണ്, ചൂടൊന്നുമില്ല, നമുക്കിരുന്ന് ധ്യാനിക്കാൻ. അതുകൊണ്ട് സന്തോഷത്തോടെ സ്നേഹത്തോടെ നമുക്ക് ഈ ദൈവവചന ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാം. ബ്രദറിൻ്റെ നാമഹേതുക തിരുനാളാണ് ഇന്ന്. നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ ബ്രദറിന് ഞാൻ നാമഹേതുക തിരുനാളിൻ്റെ മംഗളങ്ങളും ഏറ്റവും സ്നേഹത്തോടെ ആശംസിക്കുന്നു. ദൈവത്തിൻ്റെ അനുഗ്രഹവും കൃപയും നമുക്കെല്ലാവർക്കും ലഭിക്കട്ടെ. ബ്രദറിനെയും സഹോദരങ്ങളെയും ബ്രദറിൻ്റെ ടീമിൽ പെടുന്ന എല്ലാവരെയും ഏറ്റവും സ്നേഹത്തോടെ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് നിങ്ങളെ ഓരോരുത്തരെയും ഈ വചനവിരുന്നിലേക്ക്, വചനം മാത്രമല്ല വചനവും ദിവ്യകാരുണ്യവും കൂടെ സംയോജിപ്പിക്കുന്ന ഒരു ധ്യാനമാണ്. ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ഓറിയന്താലെ ലൂമൻ എന്ന് പറയുന്ന ഒരു അപ്പസ്തോലിക പ്രബോധനത്തിൽ പറയുന്നുണ്ട്, ഒരു സന്യാസിയുടെ ജീവിതം 2 ധ്രുവങ്ങളിലാണ്. ഒന്ന് ദൈവവചനവും മറ്റത് വിശുദ്ധ കുർബാനയും. ഈ 2 ധ്രുവങ്ങളിലാണ് ഒരു സന്യാസിയുടെ ജീവിതം തൂങ്ങിക്കിടക്കുന്നത് എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ 2 കാര്യവും സമന്വയിപ്പിച്ചുകൊണ്ടുള്ള ഒരു അൽമായനെങ്കിലും ഒരു സന്യാസിയേക്കാൾ ഉപരിയായി ഒരു സന്യാസിയുടെ ഹൃദയമുള്ള ഈ സഹോദരൻ നമുക്ക് വേണ്ടി ദൈവത്തിൻ്റെ വചനം പങ്കുവെക്കും. ഒരിക്കൽ കൂടി എല്ലാവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. Praise the Lord. Thank you, Sister Sophia. സ്നേഹമുള്ള സിസ്റ്റർമാരെ, നിങ്ങളെല്ലാവർക്കും പ്രത്യേകം തോമാസ് ലീഹായുടെ തിരുനാളിൻ്റെ ദൂറാന തിരുനാളിൻ്റെ മംഗളങ്ങൾ നേരുന്നു. ഇത് നമ്മളെല്ലാവരുടെയും തിരുനാളാണ്. പ്രത്യേകിച്ച് എന്നെ ഏറ്റവും പ്രജ്വലിപ്പിച്ചിട്ടുള്ളൊരു വചനമാണ് തോമാസ് ലീഹ പറഞ്ഞത്, വരുവിൻ നമുക്കും അവനോടൊപ്പം പോയി മരിക്കാം. ഒന്നെല്ലാവരും ഒന്ന് പറഞ്ഞ്, വരുവിൻ നമുക്കും അവനോടൊപ്പം പോയി മരിക്കാം. വാസ്തവത്തിൽ തോമാസ് ലീഹായ്ക്ക് ഒട്ടും ഭയമുണ്ടായിരുന്നില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ടാണ് മറ്റെല്ലാവരും യഹൂദരെ ഭയന്ന് കതകടച്ച് അകത്തിരിക്കെ തോമ അവരുടെ കൂടെ ഉണ്ടായിരുന്നില്ല. എന്ന് പറഞ്ഞാൽ തോമ പുറത്ത് ഒരു ഭയവുമില്ലാതെ
യഹൂദരുടെ ഇടയിൽ നടക്കുന്നുണ്ടായിരുന്നു എന്നല്ലേ അതിൽ നിന്ന് അർത്ഥമാക്കേണ്ടത്. അപ്പോൾ ആ ഭയമില്ലാത്ത തോമായുടെ മക്കളാണ് നമ്മളെല്ലാവരും. ഭാരതത്തിലേക്ക് വിശുദ്ധ തോമാസ് ശ്ലീഹ കൊണ്ടുവന്ന ആ ചൈതന്യത്തിൻ്റെ ജ്വലിക്കുന്ന ദീപങ്ങളാണ് നമ്മൾ ഓരോരുത്തരും. നമ്മൾ ഈ ധ്യാനത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ നമ്മൾ ഇന്ന് ഞാനിതിനു വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ എല്ലാം ഈശോ പറഞ്ഞു തന്ന ചില ആശയങ്ങൾ ഈ ദിവ്യകാരുണ്യ ആരാധനയോട് ഒപ്പമാണ് നമ്മൾ തുടങ്ങുക. അപ്പോൾ സിസ്റ്റർ സോഫിയ പറഞ്ഞ പോലെ നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാന രഹസ്യം അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൻ്റെ കേന്ദ്ര ബിന്ദുവാണല്ലോ ദിവ്യകാരുണ്യം. സഭ നമ്മളെ പഠിപ്പിക്കുന്നതും അതാണ്. യൂക്കറിസ്റ്റ് ഈസ് ദ സോഴ്സ് ആൻഡ് സമ്മിറ്റ് ഓഫ് ക്രിസ്ത്യൻ ലൈഫ്. വിശുദ്ധ കുർബാനയാണ് ക്രിസ്തീയ ജീവിതത്തിൻ്റെ ഉറവിടവും ഉച്ചക്കൊടിയും. എല്ലാ ദാനങ്ങളുടെയും ഉറവിടം തന്നെയാണ്. അപ്പോൾ ഇനി അതിനെക്കുറിച്ച് വിശദമായിട്ട് പിന്നീട് സാവധാനം നമുക്ക് മനസ്സിലാവും. നിങ്ങളെല്ലാം മനസ്സിലാക്കിയിട്ടുള്ളവരുമാണ്. നമ്മുടെ ജീവിതം ഈശോയ്ക്ക് വേണ്ടി നമ്മൾ പൂർണ്ണമായി കൊടുത്തു കഴിഞ്ഞിട്ടുള്ളവരാണ്. അപ്പോൾ അതിൻ്റെ ആ ബോധ്യത്തോടെ നമ്മളിപ്പോൾ ഈ ആരാധന ധ്യാനം ആരംഭിക്കുമ്പോൾ തന്നെ ഇങ്ങനൊരു ആരാധനയുടെ ഒരു പ്രചോദനം കർത്താവ് തന്നത്, നിങ്ങളെല്ലാവരും വളരെയധികം ജോലിയൊക്കെ ചെയ്ത് ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ട് ക്ഷീണിച്ചെല്ലാം വന്നിരിക്കുമ്പോൾ ഈശോ പറയുകയാണ്, ഈശോ എന്താ പറയുക, നിങ്ങൾ എൻ്റെ അടുത്ത് ഇരിക്കുവിൻ എന്ന് പറഞ്ഞ് എല്ലാവരും എൻ്റെ അടുത്ത് ഇരിക്കുവിൻ. അതിനോടൊപ്പം എന്ത് പറഞ്ഞെന്നറിയാമോ? മർക്കോസിൻ്റെ സുവിശേഷത്തിൽ 14-ാം അധ്യായത്തിൽ 32-ാമത്തെ വചനം, അവൻ ഗെത്സമനി, അവർ ഗെത്സമനി എന്ന് വിളിക്കപ്പെടുന്ന സ്ഥലത്തെത്തി. അവൻ അവരോട് പറഞ്ഞു, ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ ഇവിടെ ഇരിക്കുവിൻ. അതാണ്. എല്ലാവരും നേരിട്ട് പറഞ്ഞേ, ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ ഇവിടെ ഇരിക്കുവിൻ. ഒന്നുകൂടി പറഞ്ഞേ, ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ ഇവിടെ ഇരിക്കുവിൻ. സന്തോഷായോ? നിങ്ങൾ പ്രാർത്ഥിക്കണ്ട. മനസ്സിലായോ? നമ്മൾ എന്ത് ചെയ്യാൻ പോകണു? നമ്മൾ ഇരിക്കുകയാണ്, വെറുതെ ഇരിക്കണു. ആര് പ്രാർത്ഥിക്കും? ആര് പ്രാർത്ഥിക്കും? ഒന്നുകൂടി പറഞ്ഞേ സിസ്റ്ററെ. ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ ഇവിടെ ഇരിക്കുവിൻ. ഓ, വലിയൊരു സമാധാനം അല്ലേ? ഇത് വലിയൊരു അനുഭവമാകാൻ പോവുകയാണ്. 1 മണിക്കൂറിനകത്ത് നിങ്ങൾ അത്യത്ഭുതം കാണാൻ പോവുകയാണ്. നിങ്ങൾ പ്രാർത്ഥിക്കരുത്, മറിച്ച് നിങ്ങൾ എന്ത് ചെയ്യണം? യു ഓൺലി റിസീവ്. ഈശോയെ, നീ പിതാവിനോട് പ്രാർത്ഥിച്ചിട്ട് ഞങ്ങൾക്ക് വേണ്ടിയുള്ളതെല്ലാം തരിക, ഞങ്ങളത് സ്വീകരിക്കുന്നു. യു ആർ ഓൺലി എ റിസിപ്പിയൻറ്റ്. മനസ്സിലാവുണ്ടോ? യു ആർ ഓൺലി എ റെസിപ്പിയൻറ്റ്. ഇത് അക്ഷരം പ്രതി നിങ്ങൾ ശ്രദ്ധിക്കണം. യു ആർ ഓൺലി എ റെസിപ്പിയൻറ്റ്. അങ്ങനെ ഒരു തത്വത്തിലൂടെയാണ് നമ്മൾ പോകുന്നത്. അതോടൊപ്പം നമ്മൾ മറ്റൊരാശയം ഈ ആരാധനയിൽ ഉണ്ടാകാൻ പോകുന്നത്, പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അതാണ് റോമാക്കാർക്ക് ലേഖനം 8-ാം അധ്യായം 26-ാമത്തെ വചനത്തിൽ പറയുന്നത്, നമ്മുടെ ബലഹീനതയിൽ ആത്മാവ് നമ്മെ സഹായിക്കുന്നു. ആത്മാവ് തന്നെ നമ്മെ സഹായിക്കുന്നു. വേണ്ട വിധം പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് നമുക്കറിഞ്ഞുകൂടാ. എന്നാൽ അവാച്യമായ നെടുവീർപ്പുകളാൽ ആത്മാവ് തന്നെ നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നു. ഹൃദയങ്ങൾ പരിശോധിക്കുന്നവൻ ആത്മാവിന്റെ ഇംഗിതം ഗ്രഹിക്കുന്നു. എന്തെന്നാൽ ആത്മാവ് ദൈവഹിതമനുസരിച്ചാണ് വിശുദ്ധർക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നത്. പരിശുദ്ധാത്മാവാം ദൈവമേ, അങ്ങേക്ക് ആരാധന എന്ന ഗാനം പാട്ടുകടലാസിലുണ്ടോ? അത് ഇല്ല. അത് പാട്ടുകടലാസിലുണ്ടോ? ഇല്ല.
ഈ ഗാനം പാട്ടുകടലാസിലില്ല. പരിശുദ്ധാത്മാവിനെ ആരാധിച്ചുകൊണ്ടുള്ളൊരു ഗാനമാണ്. അതിൽ തന്നെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവിനെയും ആരാധിക്കുന്നുണ്ട്. സോങ് നമ്പർ 9. ഇത് പുതിയ കടലാസുണ്ട്. സോങ് നമ്പർ 9 ഉണ്ടല്ലേ. പരിശുദ്ധാത്മാവാം ദൈവമേ അങ്ങേക്ക് ആരാധന. ഈശോ പറഞ്ഞു, ആത്മാവിലും സത്യത്തിലും ദൈവത്തെ ആരാധിക്കുന്നവരാണ് യഥാർത്ഥ ആരാധകർ. അപ്പോൾ ഒന്ന്, ഈശോ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. 2, പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. 3 കൂടി പറയാം, പിതാവ് നമുക്കെല്ലാം ഒരുക്കി വെച്ചിരിക്കുന്നു തരാൻ വേണ്ടിയിട്ട്. അതാണ് ഈശോ പറഞ്ഞത്, നിങ്ങൾ പ്രാർത്ഥിക്കുന്നതിന് മുൻപ് തന്നെ നിങ്ങളുടെ ആവശ്യങ്ങൾ പിതാവ് അറിയുന്നു. അപ്പോൾ ഈ 3 കാര്യങ്ങൾ നമ്മൾ ഇപ്പോൾ ഈ ആരാധനയിൽ പ്രത്യേകിച്ച് നിങ്ങളുടെ ഉത്കണ്ഠകളെല്ലാം മാറ്റിവെക്കുക. നിങ്ങളുടെ ഒരു നിയോഗങ്ങളും ഇപ്പോൾ പുറത്തെടുക്കണ്ട. മനസ്സിലായോ? ആ നിയോഗങ്ങളെല്ലാം മാറ്റിവെച്ച് ഈശോ നമുക്ക് വേണ്ടി, പിതാവ് നമുക്ക് വേണ്ടി, പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടി നമ്മുടെ ചിന്തയ്ക്കും ഭാവനയ്ക്കും അതീതമായ വലിയ കാര്യങ്ങൾ, കണ്ണ് കാണാത്തതും കാത് കേൾക്കാത്തതും മനുഷ്യ മനസ്സ് നിരൂപിക്കുക പോലും ചെയ്യാൻ പറ്റാത്ത വലിയ ആത്മീയ നിധി ഇപ്പോൾ ഈ മണിക്കൂറിൽ നിങ്ങളിലേക്ക് ഒഴുകാൻ പോവുകയാണ്. പ്രൈസ് ദ ലോർഡ്. വരുവിൻ, നമുക്ക് ഈ ഗാനം ആലപിച്ചുകൊണ്ട് ഈശോയെ നമ്മുടെ മധ്യത്തിലേക്ക് സ്വീകരിക്കാം.
ഈശോയുടെ മണവാട്ടിമാരാണ്. മണവാളൻ ഇതാ നമ്മുടെ മുമ്പിൽ. മണവാളൻ മണവാട്ടിയെ സ്നേഹിക്കുകയും മണവാട്ടിക്കായി തന്റെ ജീവൻ നൽകിക്കൊണ്ട് മണവാട്ടിയെ സ്നേഹിക്കുന്ന അത്തരത്തിലുള്ള ആഴമായ ഒരു ഉടമ്പടി ബന്ധമാണ് പരിശുദ്ധി മുഴുവനും നമ്മുടെ അബ്ബാപിതാവ് നമുക്ക് വേണ്ടി, ആ പരിശുദ്ധി മുഴുവനും നമുക്ക് വേണ്ടി നമ്മുടെ കർത്താവ് ഈശോ മിശിഹായിലൂടെ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം വഴിയായി നൽകിക്കഴിഞ്ഞിരിക്കുന്നു. ആ പരിശുദ്ധി നമ്മുടെ അവകാശമാണ്. ആ പരിശുദ്ധി നമുക്ക് ദാനമായി നൽകിയിരിക്കുന്നതാണ്. ആ പരിശുദ്ധി നമ്മൾക്ക് എത്രത്തോളം എന്നല്ല, ദൈവത്തെ പോലെ തന്നെ പരിശുദ്ധനാകാൻ വേണ്ടി നമ്മളെ വിളിച്ചുകൊണ്ടാണ് പിതാവ് നമ്മളെ ഓരോരുത്തരെയും വിളിച്ചിരിക്കുന്നത്. അതാണ് നമ്മുടെ കോൺസെക്രേറ്റഡ് ലൈഫ്. കോൺസെക്രേഷൻ എന്ന് പറഞ്ഞാൽ തന്നെ ആ കോൺസെക്രേറ്റഡ് ആയ ഈശോയുടെ മണവാളനാകുമ്പോൾ ആ മണവാളന്റെ കോൺസെക്രേഷൻ നമ്മൾക്ക് ഇങ്ങനെ ലഭിക്കുകയാണ് ഓട്ടോമാറ്റിക്കായിട്ട്. ദൈവമേ
പരമപരിശുദ്ധനായ പിതാവ് തന്റെ പുത്രനിലൂടെ തന്റെ പുത്രനെ കുരിശിൽ ജീവൻ അർപ്പിച്ചുകൊണ്ട് ആ പരിശുദ്ധി മുഴുവനും നമുക്ക് നൽകിയിരിക്കുന്നു. പലപ്പോഴും സ്വർഗം തരണേ, സ്വർഗത്തിൽ കൊണ്ടുപോണേ എന്നൊക്കെ പ്രാർത്ഥിക്കാറുണ്ട്. ദാറ്റ് ഈസ് റോങ്. നമ്മൾ ഇപ്പോൾ തന്നെ സ്വർഗത്തിലാണ്. ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ജീവനുള്ള അപ്പമാകുന്നു. ഞാൻ വന്നിരിക്കുന്നത് നിങ്ങളെ സ്വർഗത്തിൽ കൊണ്ടുപോകാനാണ്. അത് ഇവിടെ ആരംഭിച്ചിരിക്കുന്നു. അതിനുവേണ്ടി ഞാൻ എൻ്റെ ജീവൻ അർപ്പിച്ചിരിക്കുന്നു. ഇനി വേറെ ഒന്നും എക്സ്ട്രാ പിതാവിൻ്റെ കയ്യിലോ ഈശോയുടെ കയ്യിലോ നമുക്ക് വേണ്ടി തരാനില്ല. പിതാവിനുള്ളതെല്ലാം നമുക്ക് നൽകിയിരിക്കുന്നു. തൻ്റെ ഏകജാതനെ പോലും നമുക്ക് നൽകിയിരിക്കുന്നു. അതോടൊപ്പം എല്ലാം നമുക്ക് ലഭിച്ചിരിക്കുന്നു എന്നൊന്ന് വിശ്വസിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി ആ വിശ്വാസത്തോടെ നമ്മളിപ്പോൾ സ്വർഗത്തിലാണ്, നമ്മൾ സ്വർഗരാജ്യത്തിലാണ്. പരമപരിശുദ്ധനായ പിതാവും പരമപരിശുദ്ധനായ യേശുവും പരിശുദ്ധാത്മാവും നമ്മുടെ ആത്മാവിൽ കുടികൊള്ളുന്നു. ബോധ്യത്തോടുകൂടി നമുക്ക് നമ്മുടെ മണവാളനുമായിട്ട് ലയിച്ചുകൊണ്ട് പാടാം. വിശുദ്ധി, വിജ്ഞാനം, വിവേകം മുഴുവനും. അതിനാണ് ഈശോ പറഞ്ഞത്, ഞാൻ പോയി സ്ഥലമൊരുക്കി ഞാൻ വീണ്ടും വന്ന് ഞാനായിരിക്കുന്നിടത്തേക്ക് നിങ്ങളെയും കൂട്ടിക്കൊണ്ടുപോകും. ഞാനായിരിക്കുന്നിടത്തേക്ക്. ആ അവസ്ഥയിലാണ് നമ്മളിപ്പോൾ. നമ്മളിവിടെ ഈശോയോടൊപ്പം ആയിരിക്കുന്ന പോലെ നമ്മൾ ഈശോയോടൊപ്പം മാമോദീസ മുതൽ തന്നെ സ്ഥൈര്യലേപനത്തിലൂടെയും വിശുദ്ധ കുർബാനയിലൂടെയും ഈ സ്വർഗീയ മഹാരാജ്യത്താണ്. സർവജ്ഞനായ ഭരണകർത്താവും അങ്ങയുടെ ഭവനത്തിൽ വസിക്കുന്നവരുടെ വിസ്മയനീയനായ പരിപാലകനും സകല നന്മകളുടെയും സകല സൗഭാഗ്യങ്ങളുടെയും ഉറവിടവുമായ ദൈവമേ, അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം ഞങ്ങളുടെ മേൽ കരുണ കാണിക്കണേ, കൃപ കാണിക്കണേ. ഓ ഈശോയേ, ഈശോയുടെ ജീവിതം പരിശുദ്ധാത്മാവിനുമായിട്ട് അഭേദ്യമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈശോ ദൈവപുത്രൻ രണ്ടാമത്തെ
ത്രിത്വത്തിൽ രണ്ടാമത്തെ ആളായി ഈശോ തമ്പുരാൻ ദൈവപുത്രൻ മനുഷ്യനായി അവതരിക്കുന്നത് തന്നെ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനത്താലാണ്. ഇതല്ലേ പരിശുദ്ധാത്മാവിന്റെ ഏറ്റവും വലിയ പ്രവർത്തനം. ആ പ്രവർത്തനം ആരംഭിച്ച് ജീവിതം മുഴുവനും പരിശുദ്ധാത്മാവിനാൽ ജ്വലിക്കുന്ന ഈശോ പറഞ്ഞു, ഞാൻ പിതാവിനോട് പ്രാർത്ഥിക്കുകയും എപ്പോഴും നിങ്ങളോട് കൂടി ആയിരിക്കാൻ മറ്റൊരു സഹായകനെ നൽകുകയും ചെയ്യും. എപ്പോഴും അങ്ങനെയാണ് ഈ ആശീർവാദം. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നമുക്ക് ആ ബോധ്യത്തോടെ ആ പരിശുദ്ധാത്മാവിനെ ജ്ഞാനസ്നാനത്തിലൂടെയും സ്ഥൈര്യലേപനത്തിലൂടെയും വിശുദ്ധ കുർബാനയിലൂടെയും നമ്മിലേക്ക് നൽകി കഴിഞ്ഞിരിക്കുന്നുവോ? നമ്മളെല്ലാവർക്കും സ്വീകരിച്ചിരിക്കുന്നുവോ? ആ പരിശുദ്ധാത്മാവ് നമ്മളിൽ ഉണ്ടോ? നമ്മൾ എന്തെങ്കിലും പാപം ചെയ്യുമ്പോൾ പരിശുദ്ധാത്മാവ് പറന്നു പോകുമോ? ഇല്ല. എന്തുകൊണ്ടാ? പരിശുദ്ധാത്മാവിനെ നമുക്ക് നൽകിയിരിക്കുന്നത് പാപം ചെയ്യുമ്പോൾ വിശുദ്ധീകരിച്ച് ദൈവരാജ്യത്തിൽ പൂർണ്ണമായ അനുഭവം നൽകാൻ വേണ്ടിയാണ്. എന്ന് വിചാരിച്ചത് പാപം ചെയ്യാനൊരു ലൈസൻസ് പോലെ തോന്നിയേക്കാം. പാപം ചെയ്യാൻ പറ്റില്ല. പരിശുദ്ധാത്മാവിൻ്റെ ആ പൂർണ്ണ അനുഭവം കിട്ടിക്കഴിയുമ്പോൾ നമ്മൾ കോൺസെൻട്രേറ്റഡ് ആയി വിശുദ്ധരായി പരിശുദ്ധാത്മാവ് നമ്മളെ നയിക്കുന്നു. പിന്നെ എങ്ങനെ പാപം ചെയ്യാൻ പറ്റണേ? അങ്ങനെ പാപം ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയാണ് പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്നത്. പാപം ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ, അതിലേക്കാണ് നമ്മൾ വിളിക്കപ്പെട്ടിരിക്കുന്നത്. ഇനി പരിശുദ്ധാത്മാവാണ് നമ്മുടെ ജീവിതത്തെ നയിക്കുന്നത്. എങ്ങനെ? ഈശോയുടെ ജീവിതത്തെ നയിച്ച പോലെ. സുവിശേഷങ്ങളിലെല്ലാം ആരംഭത്തിൽ കാണുന്നത് എന്താ? അവൻ ആത്മാവിനാൽ നയിക്കപ്പെട്ടു. ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പരിശുദ്ധാത്മാവിനെ കുറിച്ച് നൽകിയൊരു പ്രബോധനത്തിൽ പറയുന്നത് ഇതാണ്: പഴയ നിയമത്തിൽ പല മഹാൻ വ്യക്തികളുടെ മേലും പ്രവാചകന്മാരുടെ മേലും പരിശുദ്ധാത്മാവ് വന്നു. അവിടെ പ്രവചിച്ചിരിക്കുന്നത് കർത്താവായ ഈശോ മിശിഹായുടെ മേലും പരിശുദ്ധാത്മാവ് വരും, കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേൽ ഉണ്ടാകും, കർത്താവിൻ്റെ ആത്മാവ് അവൻ്റെ മേലുണ്ടാകും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പഴയ നിയമത്തിൽ ഒരു പ്രവചനത്തിലും പറഞ്ഞിട്ടില്ല അവളുടെ മേൽ വരുമെന്ന്. ഇതില് ഒരിടത്തും പറഞ്ഞിട്ടില്ല ഒരു സ്ത്രീയുടെ മേൽ വരുമെന്ന്, ഒരു കന്യാസ്ത്രീയുടെ മേൽ വരുമെന്ന്. എന്നാൽ പുതിയ നിയമം ആരംഭിക്കുന്നത് എന്ത് പറഞ്ഞുകൊണ്ടാണ്? ഗബ്രിയേൽ മാലാഖ വന്നിട്ട് മറിയത്തിനോട് പറയാണ്, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും. പുതിയ നിയമത്തിൽ പരിശുദ്ധാത്മാവ് സ്ത്രീകളുടെ മേൽ വരുന്നതാണ് പറയുന്നത് ആദ്യം തന്നെ. അങ്ങനെ പരിശുദ്ധാത്മാവ് നിറഞ്ഞ മറിയം ഓടിച്ചെന്നത് വേറൊരു സ്ത്രീയുടെ അടുത്തേക്കാണ്. ആരുടെ അടുത്തേക്ക്? എലിസബത്തിന്റെ ഭവനത്തിൽ ചെന്ന് എലിസബത്തിനെ അഭിവാദനം ചെയ്ത മാത്രയിൽ. ഇപ്പൊ നമ്മുടെ മദർ ജനറൽ നമ്മുടെ മതത്തിൽ വന്ന് അഭിവാദനം ചെയ്യുന്ന മാത്രയിൽ നമ്മൾ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയുമെന്ന് പറഞ്ഞ മാതിരിയാണ്. എലിസബത്തിന്റെ ഭവനത്തിൽ വന്ന് അഭിവാദനം ചെയ്ത മാത്രയിൽ എലിസബത്ത് പരിശുദ്ധാത്മാവ് കൊണ്ട് കണ്ടു. ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ പ്രബോധനത്തിൽ പറയുന്നത് ഇതാണ്: പുതിയ നിയമത്തിൽ സ്ത്രീകളുടെ മേൽ പരിശുദ്ധാത്മാവ് ആവസിച്ചു എന്നതാണ് ആരംഭത്തിൽ പറയുന്നത്. അത് കഴിഞ്ഞിട്ടാണ് ഈശോയിലേക്ക് വരുന്നത്. എന്ത് പറയണു? സന്തോഷമായോ? എന്നൊന്ന് എഴുന്നേറ്റ് നിന്നെ. എന്നിട്ട് ആ പരിശുദ്ധാത്മാവ് മറിയത്തിലും എലിസബത്തിലും മാത്രമല്ല, പിന്നീട് ഈശോ പറഞ്ഞു, അവൻ അവരിൽ നിശ്വസിച്ചുകൊണ്ട് പറഞ്ഞു. കണ്ടോ? ഈശോ ഉയർത്തെഴുന്നേറ്റിട്ട് ആദ്യം കണ്ടത് ഒരു കന്യാസ്ത്രീനെയാണ്. ഏതാണ് ആ കന്യാസ്ത്രീ? ഇപ്പൊ നിങ്ങൾ ഡിസ്പ്യൂട്ട് ചെയ്യും, കന്യകൊന്നും അല്ല എന്നൊക്കെ പറഞ്ഞു, ക്ഷമിക്കണം. എന്നാലും
മഗ്ദലന മറിയത്തെയാണ് ആദ്യം കണ്ടത്. അപ്പം നമ്മുടെ പാപമോ നമ്മുടെ കുറവില്ലായ്മയോ ഒന്നും ഈശോ കാണുന്നില്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഈശോ വേറൊരു പെണ്ണിൻ്റെ അടുത്ത് പോയി, സമരിയാക്കാരിയുടെ അടുത്ത് നട്ടുച്ചയ്ക്ക് അങ്ങോട്ട് ചെന്ന്, അവള് അത്യാവശ്യം വെള്ളം കോരാൻ വേണ്ടി വന്നതാണ്. അവസാനം എന്ത് സംഭവിച്ചു? അവള് ആ വെള്ളം കുടവും അവിടെ ഉപേക്ഷിച്ചുകൊണ്ട് കന്യാസ്ത്രീയാകാൻ പോയി, അഥവാ സുവിശേഷം പ്രഘോഷിക്കാൻ പോയി. എന്തോ ഒരു തീഷ്ണത! അതാണ് ഈശോ പറഞ്ഞു, ഞാൻ തരുന്ന വെള്ളം നീ കുടിക്കുകയാണെങ്കിൽ പിന്നെ നിനക്ക് ഈ വെള്ളത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. അപ്പൊ നമ്മുടെ സമർപ്പിത ജീവിതം നമ്മുടെ ബുദ്ധി കൊണ്ട് രൂപം കൊണ്ട് ഒന്നല്ല. നിങ്ങൾ എന്നെ തിരഞ്ഞെടുക്കുകയല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുക്കുക. ഈ സമരിയാക്കാരിക്ക് എന്ത് യോഗ്യത ഉണ്ടായിരുന്നു പറയും. എന്നാൽ നിമിഷ നേരം കൊണ്ട് അവളുടെ തെരഞ്ഞെടുപ്പ് അവൾക്ക് മനസ്സിലായി. വെള്ളം കുടവും അവിടെ ഉപേക്ഷിച്ചുകൊണ്ട് സമരിയ പട്ടണവാസികളിലേക്ക് അവൾ കറങ്ങിച്ചെന്ന് പട്ടണവാസികളെ മുഴുവനും കിണറ്റിൻകരയിലേക്ക്, ജീവജലത്തിന്റെ ഉറവയിലേക്ക് കൊണ്ടുവന്നു. അതാണ് ഈശോ ചെയ്തത്. അങ്ങനെയെങ്കിൽ എത്രത്തോളം നമ്മളിൽ പരിശുദ്ധാത്മാവിന്റെ നിറവുണ്ടാകാം. നമ്മൾ പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്. കർത്താവിന്റെ വാത്സല്യവാചനങ്ങളാണ്, മണവാട്ടിമാരാണ്. നിങ്ങളിൽ പലരും 25 വർഷമെല്ലാം ശുശ്രൂഷ ചെയ്ത് കഴിഞ്ഞവരാണ്. അപ്പൊ അവരോട് ഈശോ എന്ത് പറയും? കൊള്ളാം, നല്ലവളും വിശ്വസ്തയുമായ മണവാട്ടി എന്നല്ലേ പറയാം. നീ ചെറിയ കാര്യങ്ങളിൽ ഇത്രയും വിശ്വസ്തയായതുകൊണ്ട് ഞാൻ നിന്നെ വലിയ കാര്യങ്ങളിലേക്ക്. ഈ ധ്യാനം അതിനു വേണ്ടിയുള്ളതാണ്. നിങ്ങളെ വലിയ കാര്യങ്ങൾ ഏൽപ്പിക്കണമെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് വലിയ ജ്ഞാനവും വരദാനങ്ങളെല്ലാം ഞാൻ തരാൻ പോവുകയാണ്. ആ ബോധ്യത്തോടെ, ആ ആവേശത്തോടെ ഞാൻ പറഞ്ഞു, നമ്മൾ ഒന്നും ചോദിക്കുന്നില്ല, തരുന്നത് മേടിക്കുക. തരുന്നത് എന്തായിരിക്കും? കണ്ണ് കാണാത്തതും കാത് കേൾക്കാത്തതും മനുഷ്യ മനസ്സിന് ചിന്തിക്കുക പോലും ചെയ്യാൻ പറ്റാത്ത വലിയ സമ്മാനമാണ് തരുന്നത്. അതുകൊണ്ട് നമ്മൾ എന്തെങ്കിലും ചോദിച്ചാൽ നമ്മുടെ ഈ മനുഷ്യബുദ്ധിയെ രൂപം കൊള്ളുന്നതല്ലേ നമ്മൾ ചോദിക്കണേ. ഇതല്ലേ കൊച്ചുരേസ്യ പുണ്യവതി എപ്പോഴും പറയാറുണ്ടായിരുന്നത്, ഞാൻ എൻ്റെ ഹിതമനുസരിച്ച് ഒന്നും ചോദിക്കുന്നില്ല. I am only a creature. My mind work. But God is creator. He knows much greater things. ആ ബോധ്യത്തോടു കൂടി നമുക്ക് ആത്മാവേ പരിശുദ്ധാത്മാവേ എന്നുള്ള ഗാനം പാട്ടുകടലാസിലെ 1ാമത്തെ ഗാനമാണ്. ഇത് പാടുമ്പോൾ ഈശോ ഇവിടെ ഇരുന്നു കൊണ്ട് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണെന്ന് മനസ്സിലാക്കണം. ഈശോ പറഞ്ഞു, ഞാൻ പ്രാർത്ഥിക്കുകയും ഞാൻ പിതാവിനോട് പ്രാർത്ഥിക്കുകയും എപ്പോഴും നിങ്ങളോട് കൂടെ ആയിരിക്കാൻ മറ്റൊരു സഹായകനെ നൽകുകയും ചെയ്യും. മറ്റൊരു സഹായകനെ നൽകുകയും ചെയ്യും. മറ്റൊരു സഹായകനെ നൽകുകയും ചെയ്യും. ആ ബോധ്യത്തോടു കൂടി നമുക്ക് ഇങ്ങനെ പ്രാർത്ഥിക്കാം. എന്നിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവേ, എന്നിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവേ, എന്നിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവേ, എന്നിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവേ, എന്നിൽ വസിക്കുന്ന പരിശുദ്ധ ത്രിത്വമേ, എന്നിൽ വസിക്കുന്ന പരിശുദ്ധ ത്രിത്വമേ, എന്നിൽ കത്തി പടരണമേ, എന്നിൽ കത്തി പടരണമേ, ജീവജലത്തിന്റെ അരുവിയായി, ജീവജലത്തിന്റെ അരുവിയായി എന്നിൽ നിറഞ്ഞു കവിഞ്ഞൊഴുകണമേ, എന്നിൽ നിറഞ്ഞു കവിഞ്ഞൊഴുകണമേ. ദൈവം എനിക്ക് ഒരുക്കിയിരിക്കുന്നതെല്ലാം, ദൈവം എനിക്ക് ഒരുക്കിയിരിക്കുന്നതെല്ലാം എനിക്കിപ്പോൾ തന്നെ നൽകണമേ, എനിക്കിപ്പോൾ തന്നെ നൽകണമേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. എനിക്കറിയില്ല, എനിക്കറിയില്ല എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് എനിക്കറിയില്ല. എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് എനിക്കറിയില്ല. തുടർന്നുള്ള ജീവിതത്തെ, എന്റെ തുടർന്നുള്ള ജീവിതത്തെ വിശുദ്ധിയിൽ വളർത്തുന്നതിന്, വിശുദ്ധിയിൽ വളർത്തുന്നതിന് എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് എനിക്കറിയില്ല. എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് എനിക്കറിയില്ല. എന്നിലുള്ള വരദാനങ്ങൾ, എന്നിലുള്ള വരദാനങ്ങൾ തുറക്കുന്നതിന് എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് എനിക്കറിയില്ല. എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് എന്നിൽ എനിക്കറിയില്ല. വസിക്കുന്ന പരിശുദ്ധാത്മാവേ, എന്നിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവേ, എന്നിൽ കത്തി പടരണമേ, എന്നിൽ കത്തി പടരണമേ. വരദാനങ്ങൾ
വരദാനങ്ങൾ തുറക്കണമേ. വരദാനങ്ങൾ തുറക്കണമേ. എന്നിൽ ഉറങ്ങിക്കിടക്കുന്ന കഴിവുകളെ തുറക്കണമേ. എന്നിൽ ഉറങ്ങിക്കിടക്കുന്ന കഴിവുകളെ തുറക്കണമേ. എന്നിൽ ഉറങ്ങിക്കിടക്കുന്ന വരങ്ങൾ തുറക്കണമേ. എന്നിൽ ഉറങ്ങിക്കിടക്കുന്ന വരങ്ങൾ തുറക്കണമേ. ദൈവിക രഹസ്യങ്ങളുടെ വെളിപാട് നൽകണമേ. ദൈവിക രഹസ്യങ്ങളുടെ വെളിപാട് നൽകണമേ. ദൈവിക രഹസ്യങ്ങൾ വെളിപ്പെടുത്തി തരണമേ. ദൈവിക രഹസ്യങ്ങൾ വെളിപ്പെടുത്തി തരണമേ. ആത്മാവേ, ആത്മാവേ, പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, എന്നിൽ കത്തി പടരണമേ. എന്നിൽ കത്തി പടരണമേ. എന്നിൽ കത്തി പടരണമേ. എന്നിൽ കത്തി പടരണമേ. ആത്മാവേ, ആത്മാവേ,
പിതാവെന്നോടുകൂടെ പുത്രനോടുകൂടെ സ്വർഗരാജ്യം എന്നിൽ തന്നെ. ആത്മാവേ പരിശുദ്ധാത്മാവേ ഹൃദയത്തിൽ വാഴും ആത്മാവേ നിറയണമേ, എന്നിൽ നിറയണമേ. ദൈവിക രഹസ്യങ്ങൾ തുറക്കണമേ. എന്റെ മണവാളനെ കുറിച്ചുള്ള രഹസ്യങ്ങൾ തുറക്കണമേ. ഞാൻ അങ്ങയുടെ മണവാട്ടിയാണ്. എന്നിൽ ദൈവിക രാജ്യം തുറക്കണമേ. ദൈവ രഹസ്യങ്ങൾ തുറക്കണമേ. എനിക്ക് നൽകിയിരിക്കുന്ന എല്ലാ വരങ്ങളും തുറക്കണമേ. എന്നിൽ കത്തിപ്പടരണമേ. പടരണമേ
എന്നെ അയച്ച പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു. പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവിൻ. പിതാവ് എന്നെ അയച്ച പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു. പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവിൻ. നമുക്കിരിക്കാം. ഈശോ പറഞ്ഞ കാര്യങ്ങളിൽ പ്രത്യേകം പറഞ്ഞൊരു കാര്യം ഇതാണ്: പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവിൻ. പിതാവ് എന്നെ അയച്ച പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു. എന്നിൽ വിശ്വസിക്കുന്നവൻ ഞാൻ ചെയ്ത പ്രവൃത്തികളും അവയേക്കാൾ വലിയ കാര്യങ്ങളും ചെയ്യും. യോഹന്നാൻ 14-ാം അധ്യായത്തിൽ 12-ാമത്തെ വചനമാണ്. സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, എന്നിൽ വിശ്വസിക്കുന്നവനും ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾ ചെയ്യും. ഞാൻ പിതാവിൻ്റെ അടുത്തേക്ക് പോകുന്നതുകൊണ്ട് ഇവയേക്കാൾ വലിയവയും അവൻ ചെയ്യും. ഓ ദൈവമേ, എന്താണത്? ഞാൻ ചെയ്ത പ്രവൃത്തികളെല്ലാം ചെയ്യും, ഇവയേക്കാൾ വലിയവയും ചെയ്യും. വിശ്വസിക്കുക. നമ്മൾ അത്രയ്ക്ക് വിലപ്പെട്ടവരാണ്. നമ്മൾ അത്രയ്ക്ക് ബഹുമൂല്യരാണ്. നമ്മൾ അത്ര